നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനകളും അന്വേഷണവും നടന്നു വരികയാണെന്ന് തലശ്ശേരി ASP KS ഷഹൻഷാ. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തലശ്ശേരി മേഖലയിൽ പഴുതടച്ച പരിശോധനകൾ നടത്തി വരികയാണെന്നും ASP. TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള കള്ളക്കളി പുറത്തു വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി തികച്ചും ബാലിശമാണെന്നും മാർട്ടിൻ ജോർജ്. നാടാകെ മഴക്കെടുതികൾ തുടരുന്നു. ചൊക്ലിയിൽ കൂറ്റൻ മരം പൊട്ടി വീണ് 3 കാറുകൾ തകർന്നു. കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വരഹിതവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റിലൂടെ തന്നെ മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുകയാണെന്നും രാജു അപ്സര. വാർത്തകൾ വിശദമായി. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനകളും അന്വേഷണവും നടന്നു വരികയാണെന്ന് തലശ്ശേരി ASP KS ഷഹൻഷാ. തലശ്ശേരി സബ് ഡിവിഷനിൽ ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് പരിശോധനകൾ നടത്തുന്നത്. എരഞ്ഞോളിയിലെ വീട്ടുപറമ്പിൽ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് അന്വേഷണം നടന്നു വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ഈ സബ് ഡിവിഷനിൽ മൊത്തം തന്നെ ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ 3, 4, 5 ടീമുകൾ അയച്ചിട്ട് മറ്റെല്ലാ ജില്ലകളിൽ നിന്നും ടീം വന്നിട്ട് ഞങ്ങൾ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എക്സ്പെഷ്യലി ന്യൂമാഹിനെ സംബന്ധിച്ച് ആ ഒരു പ്രത്യേക കിട്ടിയിട്ടുള്ള ആ ഒരു സ്റ്റീൽ കണ്ടെയ്നർ അതൊരു ഫേക്ക് ബോംബിനേക്കാൾ ഉപരി ഒരു ഡിസ്പോസ് ചെയ്തിട്ടുള്ളൊരു ഫേക്ക് എക്യുപ്മെൻ്റ് ആയിരുന്നു. അതൊരു ഫേക്ക് ബോംബാണെന്ന് തോന്നുന്നില്ല, കാരണം അതിനകത്ത് ചെളിയുണ്ടായിരുന്നു. അത് ഒരു ഡ്രെയിനേജ് പോയിന്റിൻ്റെ അടുത്തുനിന്ന് കിട്ടിയത് മഴവെള്ളത്തിലെങ്ങാനും വന്നതായിരിക്കും. പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇതിനെ കുറിച്ചിട്ടുള്ള നോളേജ് കൂടിയത് കൊണ്ടും കൂടുതലായിട്ട് ആൾക്കാർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടുമായിരിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കൂടുതൽ അന്വേഷണം കൂടുതൽ വ്യാപ്തിയിൽ നടത്തുന്നുണ്ട്. CDRും ടവർ ഡമ്മും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ചാനൽസും എല്ലാം ഉപയോഗിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അത് അതിൻ്റെ പാരലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള കള്ളക്കളി പുറത്തു വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ താൽക്കാലിക ചുമതല വഹിച്ച KS ശ്രീജിത്ത് ഉൾപ്പെടെ 3 പേരെ സസ്പെൻഡ് ചെയ്ത നടപടി തികച്ചും ബാലിശമാണെന്നും മാർട്ടിൻ ജോർജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രതിപക്ഷം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുന്നതിന്റെ തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സസ്പെൻഷൻ വിവരം പുറത്തുവിട്ടത് നാടകമാണ്. 20 വർഷത്തേക്ക് ശിക്ഷാ ഇളവിന് പരിഗണിക്കുക പോലും ചെയ്യരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട കൊലയാളികളെ ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ്. സംഭവം വിവാദമായപ്പോൾ കുറ്റം മുഴുവൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവയ്ക്കുന്നത് യഥാർത്ഥ കുറ്റവാളികളെ രക്ഷിക്കാനാണ്. ആഭ്യന്തര വകുപ്പ് തയ്യാറാക്കിയ മാനദണ്ഡപ്രകാരമാണ് നടപടിയെന്ന് ജയിലധികാരികൾ രേഖാമൂലം മറുപടി നൽകിയതാണ് സർക്കാരിനെ വെട്ടിലാക്കിയത്. ശിക്ഷാ ഇളവിനുള്ള പട്ടിക ആദ്യം തയ്യാറാക്കിയത് 2023 ജനുവരി 30-നും രണ്ടാമത് തയ്യാറാക്കിയത് 2024 മെയ് 30-നുമാണ്. ഇതിൽ ഏത് സമയത്താണ് TP കേസ് കുറ്റവാളികൾ പട്ടികയിൽ ഉൾപ്പെട്ടതെന്ന് വ്യക്തമാക്കാതെ ജൂൺ 1 മുതൽ മാത്രം താൽക്കാലിക ചുമതല വഹിച്ച സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമാക്കണമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. എന്തുകൊണ്ടാണ് CPM-ന് കോട്ടകൊത്തളങ്ങളായ പ്രദേശങ്ങളിൽ അവരുടെ ബൂത്തുകളിൽ തന്നെ അവർക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടതിന് കാരണം എന്താണ്? അതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള CPM-ന്റെ മാഫിയ നേതാക്കന്മാരുടെ മാഫിയ ബന്ധം ജനങ്ങൾ, സാധാരണ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരൊക്കെ മനു തോമസിൻ്റെ കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നതോളം സോഷ്യൽ മീഡിയയിൽ അവരൊക്കെ മനു തോമസിൻ്റെ കൂടിയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ആരോപണങ്ങളൊക്കെ തന്നെ സത്യസന്ധമായിരുന്നു എന്ന് ഓരോരോ ദിവസം കഴിയുന്തോറും വ്യക്തമാകുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കണ്ണൂർ ജില്ലയിലെ മാഫിയ ബന്ധം, ആ മാഫിയ ബന്ധം കൃത്യമായി ജനങ്ങളുടെ ഇടയിൽ എത്തിക്കണമെങ്കിൽ ആ മാഫിയകളെ, ആ നേതാക്കന്മാരെ കൃത്യമായി നടപടി സ്വീകരിക്കണമെങ്കിൽ ഒരു CBI അന്വേഷണം നടത്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ചൊക്ലിയിൽ കൂറ്റൻ മരം പൊട്ടി വീണു 3 കാറുകൾ തകർന്നു.
റോഡിൽ മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. ചൊക്ലി രജിസ്റ്റർ ഓഫീസിനടുത്താണ് അപകടമുണ്ടായത്. റോഡരികിൽ നിർത്തിയ കാറുകൾ തകർന്നു. 2 ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടമുണ്ടായത്. റോഡിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് വഴിമാറിയത്. സമീപത്ത് വീടിന് നേരിയ കേടുപാടുണ്ടായി. 2 കാറുകളും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. പാനൂർ ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഗതാഗതം സ്തംഭിച്ചു. ചൊക്ലി പോലീസും സ്ഥലത്തെത്തി. കനത്ത മഴയിൽ കോടിയേരി ഈങ്ങയിൽ പീടിക മൂസമുക്ക് റോഡ് വെള്ളത്തിലായി. പ്രദേശത്തു കൂടി കടന്നു പോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. മഴ ശക്തമായതോടെ തലശ്ശേരിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ പലതും വെള്ളത്തിലായിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായുള്ള ശക്തമായ മഴയിൽ കോടിയേരി ഈങ്ങയിൽ പീടിക മൂസമുക്ക് റോഡും വെള്ളത്തിലായി. റോഡരികിലെ വീട്ടുപടി വരെ വെള്ളം കയറിയിരിക്കുകയാണ്. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ, ഹോമിയോ ഡിസ്പെൻസറി, കൃഷിഭവൻ എന്നിവിടങ്ങളിലേക്കും കോഴിക്കോട് നാദാപുരം ഭാഗങ്ങളിൽ നിന്നും മലബാർ ക്യാൻസർ സെന്ററിലേക്കും ഉള്ളവർ ഇതുവഴിയാണ് എത്തിച്ചേരുന്നത്. വെള്ളം കയറിയതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ്. മഴ പെയ്താൽ നമ്മളവസ്ഥ, നമ്മൾ 5-6 വീട്ടുകാർ ഇങ്ങനെ നേർക്കുള്ള വീട്ടുകാരുടെ അവസ്ഥ അങ്ങനെ. പക്ഷേ വഴി പോകുന്ന ആൾ പിന്നെ നമ്മൾ പറയേണ്ട. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10-50 ആളെ കൊണ്ട് ഇങ്ങനെ ഒപ്പലിട്ട് മുനിസിപ്പാലിറ്റിയിൽ അവിടെ ഓരോ കൊണ്ടുകൊടുത്ത്, എന്നിട്ടും അതിനൊരു ഇതൊന്നും കാണുന്നില്ല. നമ്മളെ അവസ്ഥ മഴ പെയ്താൽ ഇത് തന്നെ ഇപ്പോഴത്തെ അവസ്ഥ. വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയില്ല. അതേസമയം പ്രദേശത്തുകൂടി കടന്നുപോകുന്ന പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ വഴി വെള്ളം കൃത്യമായി ഒഴുകിപ്പോകാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്ന് വാർഡ് കൗൺസിലർ പി മനോഹരൻ പറഞ്ഞു. ഇപ്പോൾ 1-2 വർഷമായി ഇപ്പോൾ ഈ രീതിയിലാണ് കിടക്കുന്നത്. പ്രധാനപ്പെട്ട കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിലെ കുട്ടികൾ 140-140 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂള്, അതുപോലെ തന്നെ നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി, കോടിയേരിയിലെ കൃഷിഭവൻ, അതുപോലെ കോഴിക്കോട് ഭാഗത്തുനിന്ന് നാദാപുരം ഭാഗത്തുനിന്നെല്ലാം MCCയിലേക്ക് പോകുന്ന ആളുകൾ ഇതുവഴിയാണ് പോകേണ്ടത്. അങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണിത്. ഇപ്പോൾ 2 വർഷമായി ഈ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കാരണം പ്രധാനമായും നമ്മുടെ പഴശ്ശി ഇറിഗേഷൻ്റെ കനാൽ, വർഷങ്ങളായി 10-40 വർഷത്തിലധികമായിട്ടുള്ള കനാൽ പല സ്ഥലങ്ങളിലും പൈപ്പിട്ട് മൂടി ഇടയ്ക്കിടയ്ക്ക് 10-30-35 മീറ്റർ അകലെയായി വെല്ല് നിർമ്മിച്ചിട്ടാണ് ഈ കനാൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഈ വെല്ലുകൾ കുറച്ചൊക്കെ പൊട്ടി അമർന്ന് പൈപ്പ് ബ്ലോക്കായി കിടക്കുകയാണ്. കനാലിലൂടെയുള്ള വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോകാത്ത സ്ഥിതി കുറച്ച് കാലമായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കണ്ണിച്ചിറ വയൽപ്പിടിയ റോഡ് ഇപ്പോൾ അടുത്ത കാലത്ത് നവീകരിച്ചു. റോഡ് ഉയർത്തി 2 സൈഡിലും ഓവ് കെട്ടി പൂർത്തിയാക്കുന്ന ഭാഗമായി ഇവിടെയുള്ള വെള്ളം ആ ഓവിലേക്ക് കടക്കാത്ത സ്ഥിതിയും വന്നു. മുൻകാലങ്ങളിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വഴികൾ പലതും അടഞ്ഞു കിടക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. കനത്ത മഴയിൽ തലശ്ശേരി ചേറ്റംകുന്നിൽ മതിൽ തകർന്നു. ദോസ്താനയിൽ സാഹിറിന്റെ വീട്ടുമതിലാണ് തകർന്നത്. വ്യാഴാഴ്ച രാവിലെയുണ്ടായ ശക്തമായ മഴയിലാണ് വീട്ടുമതിൽ തകർന്നത്. തലശ്ശേരി നഗരസഭയിലെ 50-ാം വാർഡ് ചേറ്റംകുന്നിൽ ദോസ്താനിയിൽ സാഹിറിന്റെ വീട്ടുമതിലാണ് തകർന്ന് റോഡിലേക്ക് വീണത്. അപകട സമയത്ത് റോഡിൽ വാഹനങ്ങളോ ആളുകളോ ഇല്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. ഇതുപോലുള്ള മതിലുകളിൽ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലത്ത് ഇതുപോലത്തെ മതിലുണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഒരു പ്രവർത്തനം ചെയ്തതിൽ എനിക്കും വലിയ സന്തോഷവും. കാരണം ഒരുപാട് ആൾക്കാർ പോകുന്ന കാറെല്ലാം പോകുന്ന റോഡായിരുന്നു ഇത്. അപ്പോൾ ആ വീട്ടുകാർക്കും വലിയ സന്തോഷമായി. ഒരു അപകടവും ഇല്ലാണ്ട് ആളഭയമൊന്നും ഇല്ലാണ്ട്
ഇങ്ങനെ ആയത് തന്നെ പഠിച്ചോനിക്ക് സ്തുതി. വീട്ടുകാരും സമീപവാസികളും ചേർന്നാണ് റോഡിലേക്ക് വീണ കല്ലും മണ്ണും നീക്കം ചെയ്തത്. കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വരഹിതവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റ് ആയുധമാക്കി മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ തെരഞ്ഞെടുപ്പ് കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, സഖാവ് പിണറായി വിജയൻ അറിയാം, കഴിഞ്ഞ 2 പ്രാവശ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ വ്യാപാരികൾ പിണറായി വിജയൻ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. അതിന് കാരണമുണ്ട്. ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരളത്തിലെ വ്യാപാരികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത്. ചെറിയ ബുദ്ധിമുട്ടൊന്നും ആയിരുന്നില്ല, പലരും മറന്നുപോയി കാണും. വാറ്റ് കുടിശ്ശികയുടെ പേരിൽ ആത്മഹത്യകൾ, കടപരിശോധന പേരിൽ വ്യാപാരികളെ പീഡിപ്പിക്കൽ, വാറ്റ് കുടിശ്ശികയുടെ പേരിൽ 100 കണക്കിന് വ്യാപാരികൾ ഇന്ന് കച്ചവടം നിർത്തിപ്പോയ കാര്യം, നമ്മുടെ പെൻഷൻ 27 മാസത്തെ പെൻഷൻ കുടിശ്ശിക ലഭിക്കാതിരുന്ന അടക്കം ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മൾ നേരിടും. അമ്പലപ്പുഴ ശ്രീകുമാർ മരിച്ചതുമായി ബന്ധപ്പെട്ട് അന്നത്തെ CPM നേതാവ് ശ്രീ പിണറായി വിജയനുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവർ അധികാരത്തിൽ വന്നാൽ കടപരിശോധന പൂർണ്ണമായി ഉപേക്ഷിക്കാമെന്ന് പറയുകയും നമ്മൾ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് നേടിത്തരാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഉണ്ടാകുന്നതിന് അനുകൂലമായ സമീപനമായിരുന്നു അന്ന് സംസ്ഥാന കമ്മിറ്റി കൈക്കൊണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. പിണറായി വിജയൻ നാമുമായി ഉണ്ടാക്കിയ മുഴുവൻ കരാറുകളും അംഗീകരിച്ചു. നിയമസഭയിൽ നിയമം കൊണ്ടുവന്നു. കടപരിശോധന പൂർണ്ണമായി ഒഴിവാക്കി. ചരിത്ര സംഭവമാണത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ വ്യാപാര വിരുദ്ധ സമീപനത്തെ തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് ദേവസ്യം മേച്ചേരി അധ്യക്ഷനായി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി, S ദേവരാജൻ, അഹമ്മദ് ഷെരീഫ്, PC ജേക്കബ്, MK തോമസ് കുട്ടി, അബ്ദുൾ ഹമീദ്, സണ്ണി പയ്യമ്പള്ളിയിൽ, ലത്തീഫ് VM, AJ റിയാസ്, Y വിജയൻ, പുനത്തിൽ ബാഷിദ്, വനിതാ പ്രസിഡന്റ് നന്ദിനി എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള നേതൃത്വത്തിൽ വെള്ളിയാഴ്ച കണ്ണൂർ കലക്ടറേറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായാണ് ധർണ നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ, റെന്റൽ അനുബന്ധ മേഖലയിലെ ഏകദേശം 10-16 വർഷത്തോളമായി ഞങ്ങൾ മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് ഈ മേഖലയിൽ തനതായി സ്വതന്ത്രമായ ഒരു ക്ഷേമനിധി എന്ന വിഷയം ഉന്നയിച്ചുകൊണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകൾക്ക് കൃത്യമായി നിവേദനങ്ങൾ നൽകിയും ജനപ്രതിനിധികളെ നേരിൽ കണ്ടും ഈ ഒരു വിഷയം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്യുകയും ഒരുപാട് പ്രാവശ്യം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുകയുണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എറണാകുളത്തിന്റെ MLA TJ വിനോദ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു വിഷയം, ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തല് അനുബന്ധ മേഖലയിലെ പ്രവർത്തകർക്ക് തനതായി സ്വതന്ത്രമായ ഒരു ക്ഷേമനിധി നൽകണമെന്നൊരു വിഷയം അവതരിപ്പിക്കുകയും ഏകദേശം ലൈറ്റ് ആൻഡ് സൗണ്ട് പന്തൽ അനുബന്ധ മേഖലയിലെ പ്രവർത്തകരെ കുറിച്ച് 12 മിനിറ്റോളം വളരെ വിശദമായി വിഷയം അവതരിപ്പിക്കുകയും അതിൽ കൃത്യമായി ഈ മേഖല നേരിടുന്ന എല്ലാ വിഷയങ്ങളെ കുറിച്ചും കൃത്യമായി പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട തൊഴിൽ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ആ വാക്കുകളെ തീരെ ഏറ്റെടുക്കാതെ തള്ളിക്കളയുന്ന രീതിയാണ്, നിഷ്കരണം തള്ളിക്കളയുന്ന രീതിയാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അനധികൃതമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക, രാത്രി 10 മണിക്ക് ശേഷം സംഘാടകരുടെ നിർബന്ധത്തിന് വഴങ്ങി
സൗണ്ട് പ്രവർത്തിച്ചാൽ സൗണ്ട് ഉടമയ്ക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണയെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. 6/2024 കലക്ടറേറ്റ് പടിക്കല് ഒരു പ്രതിഷേധ ധർണയും പ്രകടനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ മേഖല നേരിടുന്ന വെല്ലുവിളികളും അതേപോലെ തന്നെ വളരെ ദുർഘടമായ സാഹചര്യവും സമൂഹത്തെയും ഭരണവർഗത്തെയും തെളിയിച്ചു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ ധർണ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ശ്രദ്ധ ക്ഷണിക്കൽ എന്നോണം ഞങ്ങള് പോസ്റ്റർ പ്രചരണങ്ങളും അതേപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരുന്ന ദിവസം ശക്തമായ രീതിയിലൊരു പ്രതിഷേധം കേരളത്തിന്റെ 14 ജില്ലകളിലും ഭരണസ്ഥിര കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പഠിക്കല് അവിടെയും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്താൻ സംഘടന ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന പ്രസ്ഥാനം തീരുമാനിച്ചിരിക്കുകയാണ്. തൊഴിലാളികൾക്കും ഉടമകൾക്കും നേരിട്ട് ചേരാൻ കഴിയുന്ന സ്വതന്ത്ര ക്ഷേമനിധി നടപ്പിലാക്കണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പരിരക്ഷ മതിയാകില്ല എന്നത് ഒരു വിഷയം. മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഈ തൊഴിൽ എന്ന് പറയുന്നത് സീസൺ തൊഴിലാണ്. ആ സീസണിൽ ഇന്ന് ഒരു മുതലാളിയുടെ കൂടെയാണെങ്കിൽ ആ പ്രവർത്തകർ അടുത്ത ദിവസം മറ്റൊരു മുതലാളിയുടെ കൂടെയായിരിക്കും. അപ്പോൾ ഒരേ മുതലാളിയുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ഈ ഒരു പീഡിക തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗമാവാൻ പറ്റും. കാരണം എന്റെ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഞാൻ സംരക്ഷിക്കുമെന്ന രീതിയാണ് സാധാരണഗതിയിൽ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഒരു ഷോപ്പിൽ മാത്രം തൊഴിൽ ചെയ്താൽ ഒരു പന്തലുകാരനോ ലൈറ്റുകാരനോ സൗണ്ടുകാരനോ അവരുടെ കുടുംബം പുലർത്താൻ പറ്റില്ല. ഒരു പീഡികക്കാരൻ മാത്രമാണെങ്കിൽ അയാൾക്ക് മാസത്തിൽ 1-2 വർക്കുകൾ ഉണ്ടാവും. ആ തൊഴിലാളിക്ക് കിട്ടുന്നത് ഒരു 2 വർക്ക് കൂടി കഴിഞ്ഞാൽ ഒരു 6,000-7,000 രൂപ കിട്ടും. അതുകൊണ്ട് ഒരു മാസം ജീവിക്കാനോ അല്ലെങ്കിൽ അവരുടെ കുടുംബം പുലർത്താനോ അല്ലെങ്കിൽ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സാഹചര്യമോ അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ മരുന്ന് മറ്റുള്ള ആവശ്യങ്ങൾക്ക് തികയാതെ വരും. തലശ്ശേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് നസീർ, MV അനീഷ്, KMS പ്രദീപൻ, P വിനീഷ്, VP ശ്രീനിഷ് എന്നിവർ പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ KP4 ജില്ലാ സമ്മേളനം സംഘാടക സമിതി യോഗം ചേർന്നു. ബറ്റാലിയൻ ഡ്രിൽ ഹാളിലാണ് യോഗം നടന്നത്. സംഘാടക സമിതി യോഗം ഡെപ്യൂട്ടി കമാൻഡന്റ് A ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ സർവീസിൽ കയറുമ്പോൾ തന്നെ ഈ സീനിയറിറ്റിയും കാര്യങ്ങളും റെഡിയായി കഴിച്ചാൽ നമ്മൾ ഈ കേസിന് കൂട്ടത്തിന് പോകേണ്ട ഒരു ആവശ്യമില്ല. ഇന്ന് കേരളത്തില് അന്നൊക്കെ സ്പോർട്സുകാരാണ് കേസിന് പോകുന്നത്. ഇന്ന് സ്പോർട്സുകാരല്ല, അല്ലാതെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ, ഒരു ക്ലർക്കിന് നമ്മുടെ നമ്പർ, ഒരു PC നമ്പർ, ഒരു അമിതാരെയും PC-മാരെയും തിരിച്ചറിയാത്ത ഒരു കാലഘട്ടവും കടന്നു പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ ഏജയാണ് സീനിയർ, അമിതാറാണ് സീനിയർ ചോദിച്ചാൽ ചിലപ്പോൾ അമിതാരെയാണ് സീനിയറായിട്ട്, അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇവിടെ മുന്നേയുള്ള നമ്മുടെ സീനിയർ ഓഫീസർമാരൊക്കെ ASI ആയിട്ട് സർവീസിൽ പ്രവേശിക്കുകയും അതിനുശേഷം ജൂനിയറായി കയറിയവർ അമിതാറായി കയറി അവർ പിന്നെ സീനിയറിറ്റി ലിസ്റ്റിൽ അമിതാറാണ് സീനിയർ. പ്രസിഡന്റ് ശ്രീജേഷ് അധ്യക്ഷനായി. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ, പ്രസിഡന്റ് ഗംഗാധരൻ, ലിൻഷ, അഖിലേഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനം സംഘാടക സമിതി കൺവീനറായി അനൂപിനെയും ചെയർമാനായി മിഥുൻ CPയെയും തെരഞ്ഞെടുത്തു. വനിതാ സേനാംഗങ്ങൾ ഉൾപ്പെടെ 300-ലധികം പോലീസ് സേനാംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ലോക ലഹരി വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പിണറായി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകവും ഇതോടനുബന്ധിച്ച് അരങ്ങേറി. വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും പങ്കെടുത്ത ലഹരിവിരുദ്ധ കൂട്ടായ്മ എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ലഹരിവിരുദ്ധ സന്ദേശം നൽകി ഉദ്ഘാടനം ചെയ്തു. എന്ന കാലഘട്ടത്തിൽ നിന്ന് 2024 എത്തിയപ്പോൾ 28 വയസ്സിൽ നിന്നും 11 വയസ്സിലേക്ക് ലാഭം താഴോട്ട് വന്നിരിക്കുന്നു. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികൾ പോലും അറിഞ്ഞോ അറിയാതെയോ കരരൂപത്തിലോ ദ്രാവക രൂപത്തിലോ വാതക രൂപത്തിലോ സൈബർ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ലഹരിക്കയിൽ അകപ്പെട്ടു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ രംഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ നാടിന്റെ നാളത്തെ ചാലക ശക്തിയാവേണ്ട, ഈ രാജ്യത്തിന്റെ നാളത്തെ ചാലക ശക്തിയാവേണ്ട, എന്റെ യുവത്വത്തിന്റെ കരുത്താർജിക്കേണ്ട
പ്രധാനാധ്യാപകൻ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സൈസ് ഇൻസ്പെക്ടർ ബാബുരാജ് വിദ്യാർത്ഥികൾക്കായി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും പരിമിതികളെ അതിജീവിച്ച് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി അഥർവ് വരച്ച ചിത്രങ്ങളുടെ സമാഹാരം ഏറ്റുവാങ്ങുകയും ചെയ്തു. ലഹരിക്കെതിരെ നവകേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയ ലഹരിവിരുദ്ധ സന്ദേശ പത്രിക വിദ്യാർത്ഥികൾക്കു വേണ്ടി എക്സൈസ് ഇൻസ്പെക്ടറിൽ നിന്നും വിമുക്തി സെക്രട്ടറി പി പാർവതി ഏറ്റുവാങ്ങി. ലഹരിവിരുദ്ധ പ്ലക്കാർഡ് നിർമ്മാണ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ കെ നിതാര, 2ാം സ്ഥാനം നേടിയ ഋതിക എസ് അനീഷ്, 3ാം സ്ഥാനം നേടിയ അനയ ശ്രീൻ എന്നിവരെ വേദിയിൽ വെച്ച് അനുമോദിച്ചു. ചടങ്ങിൽ വിമുക്തിയുടെ സ്കൂൾ തല ചാർജുള്ള അധ്യാപകൻ എം എ അനിൽകുമാർ സ്വാഗതവും വിമുക്തി ക്ലബ്ബ് പ്രസിഡന്റ് പി ഋതുനന്ദ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന നാടകവുമുണ്ടായി. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. Exclusive wedding collection, Moments of Mangalya by Lulu Sarees, Kannur, Talasheri and Kuttiyadi. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്, ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്, അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. അതിഥികൾക്കായി സന്തോഷദായകമായ ആക്ടിവിറ്റീസും ലോറൽ ഗാർഡൻ അവതരിപ്പിക്കുന്നു. അതിവിശാലമായ ഡൈനിങ് ഏരിയ ലോറൽ ഗാർഡന്റെ സവിശേഷതയാണ്. ലോറൽ ഗാർഡൻ, അതെ, ഇത് ആഘോഷങ്ങൾ വർണ്ണാഭമാക്കുവാൻ തികച്ചും റോയൽ ആയൊരു ഗാർഡൻ തന്നെ. കാരണം ഇത് കേവലം ഒരു ഓഡിറ്റോറിയം മാത്രമല്ല, ഓരോ ആഘോഷത്തിന്റെയും എല്ലാ ഘട്ടങ്ങളിലെയും സമ്പൂർണമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. അപ്പോ ആഘോഷങ്ങൾക്കും ഒത്തുചേരലും ഇനി മറക്കണ്ട. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ്. മറ്റു ചിലത് കവിത പോലെ ഹൃദയം, ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ, കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ. അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ, നിലപാടുകളെ, അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത്. എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497 360 333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.
വടക്കുംപാട് നോർത്ത് ജൂനിയർ ബേസിക് LP സ്കൂൾ ജൂനിയർ റെഡ് ക്രോസ് മെമ്പർമാരുടെ സഹകരണത്തോടെ ഔഷധവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചു. തിരുവനന്തപുരം ശാന്തിഗ്രാമം പരിസ്ഥിതി പഠന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സുഗതകുമാരി നവതി സ്മരണാഞ്ജലി പരിസ്ഥിതി ജൈവ വൈവിധ്യ സംരക്ഷണ ബോധ മാസത്തിന്റെ ഭാഗമായാണ് ഔഷധവൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിച്ചത്. 51 വളണ്ടിയർമാരുടെ വീടുകളിലാണ് ഔഷധവൃക്ഷ തൈകൾ വെച്ചുപിടിപ്പിച്ചത്. വളണ്ടിയർമാർക്ക് വെച്ചുപിടിപ്പിക്കാനുള്ള തൈകളുടെ വിതരണോദ്ഘാടനം വേങ്ങാട് ഗ്രാമപഞ്ചായത്ത് BMC മെമ്പർ കക്കോത്ത് പ്രഭാകരൻ റെഡ് ക്രോസ് ലീഡർക്ക് നൽകി നിർവഹിച്ചു. ഇത് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുഴിച്ചിരുന്ന ഫോട്ടോ ഏറ്റവും അയച്ചു കൊടുക്കണം. അത് മുഴുവൻ ഒരു വീഡിയോ ആക്കിയിട്ട് നല്ല സ്പ്രെഡാകുന്നതാണ്, വൈറലാകുന്ന ഒരു പരിപാടിയാണിത്. മുമ്പ് ഞാൻ കഴിഞ്ഞ ആഴ്ച മമ്മാവ് UP സ്കൂളിൽ ഇതേപോലെ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനാധ്യാപിക M ഷിൽന അധ്യക്ഷയായി. പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ അമ്മു ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചു. PTA പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ, സജിന രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. മൾബറി, കൂവളം, നെല്ലി, കറിവേപ്പ്, ആര്യവേപ്പ്, കൊടിവേലി തുടങ്ങിയവയാണ് വിതരണം ചെയ്തത്. അധ്യാപകരുടെ മേൽനോട്ടത്തിൽ 3 മാസത്തിലൊരിക്കൽ വൃക്ഷത്തൈകളുടെ സ്ഥിതി അറിയുന്നതിലേക്ക് പരിശോധനയും നടക്കും. ചോദാവൂർ HSS ലഹരി വിരുദ്ധ ക്ലബ്ബും ഭാരത് സ്കൗട്ട് ഗൈഡ്സും സംയുക്തമായി കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമായി ലഹരിക്കെതിരെ ഒരു ഗോൾ ഷൂട്ടൌട്ട് മത്സരം നടത്തി. ഗോളടിച്ചവർക്കായി സമ്മാനങ്ങളും വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് നസീർ ഇടവലത്ത് ഗോൾ അടിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രധാനാധ്യാപകൻ ജയരാജൻ മാസ്റ്റർ, നന്ദകുമാർ, സനിൽ, ഹരിദാസ്, ജിതിൻ, പ്രിൻസ്, സച്ചിൻ, അഷിൻ, പ്രത്യുഷ് എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും കവലകളിലും ഷൂട്ടൌട്ട് മത്സരം നടത്തി. ലഹരിക്കെതിരെയുള്ള മാതൃകാപരമായ പ്രവർത്തനമാണ് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ബോധവൽക്കരണ പരിപാടിയെന്ന് ചെമ്പാട് വെസ്റ്റ് UP സ്കൂളിലെ പ്രധാനാധ്യാപകൻ രജിലേഷ് പറഞ്ഞു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി MES ബാവ സ്കൂളിലെ വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ ക്യാമ്പയിനും റാലിയും സംഘടിപ്പിച്ചു. ആസക്തി ലഹരിയോടല്ല ജീവിതമാകട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിച്ചത്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലും പരിസര പ്രദേശങ്ങളിലും ബോധവൽക്കരിച്ച് ലഹരിക്കെതിരെ ക്യാമ്പയിനും റാലിയും നടത്തി. റാലി കണ്ണൂർ റെയിൽവേ ഡിവിഷൻ പോലീസ് SI PK ജയേഷ് ഉദ്ഘാടനം ചെയ്തു. 10-15 വർഷം മുമ്പ് നമുക്ക് ഞാനൊക്കെ സർവീസിൽ കയറുന്ന സമയത്ത് ലഹരി മദ്യപാന കേസായിരുന്നു, അബ്കാരി കേസായിരുന്നു പോലീസ് എടുത്തുകൊണ്ടിരുന്നത്. പോലീസും എക്സൈസ് വകുപ്പൊക്കെ എടുത്ത മെയിൻ കേസുകൾ മദ്യപാനപരമായിട്ടുള്ള അബ്കാരി കേസുകളായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് സാവകാശമല്ല, പെട്ടെന്ന് തന്നെയാണ് മയക്കുമരുന്നിലേക്ക് അത് രൂപാന്തരം പ്രാപിച്ചത്. ഈ സമൂഹത്തിന് ഏറ്റവും അപകടം ഉണ്ടാക്കുന്ന ഈ മയക്കുമരുന്നുകൾ ഇപ്പോൾ കൂടുതൽ പങ്കാളിയാവുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇരകളാവുന്നത് കുട്ടികളാണ്. മദ്യപാന കേസുകളിൽ അതിൻ്റെ ഇരകൾ 40-50 വയസ്സുള്ള ആൾക്കാരാകുമ്പോൾ ഈ ലഹരി കേസുകളിൽ പ്രതികളാവുന്നതും ഇരകളാവുന്നതും 10, 12, 15, 20 വയസ്സുള്ള കുട്ടികളാണ്. തലശ്ശേരി റെയിൽവേ RPF ഇൻസ്പെക്ടർ V വിഷ്ണുരാജ്, K സുനിൽ, KP അൻവർ, K സൂര്യ, സ്കൂൾ പ്രിൻസിപ്പൽ M മഞ്ചരി, PRO N വിസ്മയ എന്നിവർ നേതൃത്വം നൽകി. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന്. ഈ സത്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ തെരുവ് നാടകം ഒരുക്കി ഒരുപറ്റം കുരുന്നുകൾ. തൃപ്പങ്ങോട്ടൂർ LP സ്കൂളിൽ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് കല്ലിക്കണ്ടി ടൗണിൽ തെരുവ് നാടകം ഒരുക്കിയത്.
ഇന്നിൻ്റെ കാവൽക്കാർ ഞങ്ങളാണ്, നിങ്ങളാണ്, നമ്മൾ ഓരോരുത്തരുമാണ് എന്ന് സന്ദേശമുയർത്തിയാണ് കുട്ടികൾ നാടകം ആരംഭിച്ചത്. നമ്മൾ നിന്റെ മുന്നിൽ പ്രണമിക്കുന്നു. കണ്ടാലും പാടിക്കില്ല, കൊണ്ടാലും പാടിക്കില്ല, കേട്ടാലും പാടിക്കില്ല. അല്ല മാഷേ, അതാണ് ഈ ലോകം. ഞാൻ മനസാക്ഷി, ഈ നാടിന്റെ മനസാക്ഷി, ഈ ലോകത്തിന്റെ മനസാക്ഷി. അത് നിങ്ങൾ കാണുന്നില്ലേ? ഇത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കണ്ണു തുറന്ന് കാണൂ, കാതു തുറന്ന് കേൾക്കൂ. മദ്യവും മയക്കുമരുന്നും പുകവലിയും സമൂഹത്തിലും വ്യക്തികളിലും ഉണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്ന നാടകം കാണാൻ കാഴ്ചക്കാരും ഏറെയുണ്ടായി. കത്തിയരിച്ചതും കുത്തിയിറക്കിയതും കുടിച്ചു തീർത്തതും നിന്നെ തന്നെ, നിന്റെ ജീവിതം തന്നെ എന്ന ബാനർ ഉയർത്തിയാണ് വിദ്യാർത്ഥികൾ നാടകം അവസാനിപ്പിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപകൻ സുനീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ്, അധ്യാപകരായ അരുൺ, ആഷ്ലി, അഭിഷ, യദുനന്ദ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ശ്വാസകോശ ക്യാൻസർ ബാധിതരുടെ എണ്ണം ദിനംപ്രതി ഉയരുകയാണ്. പുകവലിക്കുന്നവർ കാരണം പുകവലിക്കാത്തവരും രോഗികളാവുന്നു. പാനൂർ UP സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സ്കൂൾ നിർമ്മിച്ച ജാഗ്രത എന്ന ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടന്നു. പാനൂർ പോലീസ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ കെ രാജേഷ് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്ഥിരമായി ഒരു മുട്ടായി തന്നെ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ലഹരിയാണ്. മനസ്സിലായ ലഹരി? ഞാൻ നേരത്തെ പറഞ്ഞു, ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നുകൾ മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം കണ്ടിന്യൂസ് ആയി ഒരു 21 ദിവസം നമ്മൾ തുടർച്ചയായി, അതായത് 3 ആഴ്ച നമ്മൾ സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ 22ാമത്തെ ദിവസം മുതൽ നിങ്ങൾ അതിന്റെ ആ ലഹരിക്ക് അടിമയായി മാറും. മനസ്സിലായില്ല? നിങ്ങൾ എന്ത് സാധനം ഉപയോഗിച്ചാലും, ഇപ്പൊ ചായ കുടിക്കുന്നില്ല എല്ലാവരും, അപ്പൊ ചായ കുടിക്കുന്ന ആൾക്കാര് കണ്ടിന്യൂസ് ആയ ഒരു 21 ദിവസം കുടിച്ചാൽ പറയുന്നത് 22ാമത്തെ ദിവസം മുതലേ ആ സമയത്ത് ചായ നിങ്ങൾക്ക് നിർബന്ധമായിരിക്കും കേട്ടാ. അപ്പൊ ചായയും ഒരുതരം ലഹരിയാണ് അല്ലേ? അപ്പോ ഇത് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നുകൾ നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങൾ അതിന്റെ അടിമയായി മാറിപ്പോകും. കേട്ടില്ലേ? പ്രധാനാധ്യാപിക ഉൾപ്പെടെയുള്ള അധ്യാപകരും വിദ്യാർത്ഥികളും ഹ്രസ്വ ചിത്രത്തിൽ അഭിനയിച്ചു. മനുപ്രിയ പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു സസ്യത്തിന്റെ മോനെന്താ ഇന്നും വൈകിയേ? ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ഞാൻ അങ്ങോട്ടേക്ക് നിൽക്കുന്നു. അല്ല, അവൻ വൈകുന്നേരം ലേറ്റ് ആയിട്ടാ വീട്ടിലും എത്തുന്നത്. മാഷോട് പറഞ്ഞിരുന്നല്ലോ ഇനി സ്കൂളിൽ ലേറ്റ് ആണ്ട് വരും. നീ എന്തിനാ ലേറ്റ് ആയതെന്ന് പറഞ്ഞെടുത്തോടാ മാഷോട്. ഈ സ്റ്റെപ്പ് കയറി കാണുന്ന ബിൽഡിംഗ് പക്ഷേ നമുക്ക് ഇവരെ എന്തായാലും പോലീസിൽ ഏൽപ്പിക്കണം. ആയിട്ടില്ല, അവര് വലിയൊരു ടീമാണ്. മോനെന്താ ഇന്നും വൈകിയേ? ഇത് അവസാനത്തെ വാണിംഗ് ആണ്. ഇപ്പൊ നീ ക്ലാസ്സിലേക്ക് പോയി. ലഹരി വസ്തുക്കളുടെ അതിപ്രസരണത്തെക്കുറിച്ച് കുട്ടികൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസും നടത്തി. ചടങ്ങിൽ വെച്ച് LSS ജേതാക്കൾക്കും സംസ്ഥാന തലത്തിൽ ഇംഗ്ലീഷ് സ്പീച്ച് വിജയികളായ കുട്ടികൾക്കും ഉപഹാരങ്ങൾ നൽകി. ഹ്രസ്വചിത്രത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ച അനിൽ പാനൂർ, ഷംസു ടീനേജ്, MTK മോഹനൻ,
6ാം ക്ലാസ്സിലെ ആദികേശവ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാനാധ്യാപിക വി ജീജ അധ്യക്ഷത വഹിച്ചു. SRC കൺവീനർ VN രൂപേഷ് സ്വാഗതവും സയൻസ് ക്ലബ്ബ് കൺവീനർ RK രാജശ്രീ നന്ദിയും പറഞ്ഞു. വടക്കുംപാട് KP ആണ്ടി മാസ്റ്റർ സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെയും ജില്ലാ ചെസ് അസോസിയേഷൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാതല സബ് ജൂനിയർ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും അണ്ടർ 15 ചെസ് ചാമ്പ്യൻഷിപ്പ് ജൂൺ 30 ഞായറാഴ്ച രാവിലെ 10 നടക്കും. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂളിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകൾ 9497301232, 9496141947, 9847442119 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. മറ്റു വാർത്തകൾ ഇടവേള കഴിഞ്ഞ്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോസാൻഡ്. ഈ ജിയോസാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോസാൻഡ്. വാർത്തകൾ തുടരുന്നു. ലോക ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വൺ കേരള ആർട്ടിലറി ബാറ്ററി NCC തലശ്ശേരിയുടെ കീഴിലുള്ള ചുക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ റാലി നടത്തി. റാലിയിൽ 50 കേഡറ്റുകൾ പങ്കെടുത്തു. പരിപാടിയുടെ ഉദ്ഘാടനവും ഫ്ലാഗ് ഓഫ് കർമ്മവും ചുക്ലി SHO P. പ്രമോദ് നിർവഹിച്ചു.
ലോകം മുഴുവൻ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമുക്കറിയാം, മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തെ തന്നെ കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറിനെ പോലെയാണ് എന്നാണ് കരുതപ്പെടുന്നത്. ചെറിയ കുട്ടികൾ, യുവാക്കൾ, മുതിർന്നവർ എല്ലാവരും തന്നെ പല ആൾക്കാർ സമൂഹത്തിലെ പല മേഖലകളിലുള്ളവർ ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികളായ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമാണ് ഇതിനെതിരെ പോരാടുക എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ ഓരോ നിമിഷവും ഓരോ ദിവസവും ജാഗരൂകരായിരിക്കണം. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രദീപ് കിനാത്തി, NCC ഓഫീസർ TP രാവിദ് എന്നിവർ സംസാരിച്ചു. പല രൂപത്തിലും ഭാവത്തിലും ലഹരി കുട്ടികളെ സമീപിക്കുമെന്നും അവയെ ചെറുക്കാനും പ്രതിരോധിക്കാനുമുള്ള കഴിവ് യുവതലമുറയ്ക്ക് ഉണ്ടാക്കണമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ ചൊക്ലി SHO പറഞ്ഞു. റാലിയിൽ 50 കേഡറ്റുകൾ പങ്കെടുത്തു. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വായനശാല ഹാളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സമീർ ധർമ്മടം ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഷാജ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. U ബ്രിജേഷ്, PP ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതം പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി പിണറായി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പിണറായി ടൗണും പരിസരവും ശുചീകരിച്ചു. പഞ്ചായത്തിന്റെ ശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവൃത്തി നടത്തിയത്. ഓരോ വ്യാപാരിയും അവരവരുടെ കട ഉൾപ്പെടുന്ന പ്രദേശമാണ് ശുചീകരിച്ചത്. പഞ്ചായത്തിന്റെ ശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ ആഹ്വാനപ്രകാരം ശുചീകരണം നടന്നത്. സമിതി പ്രസിഡന്റ് CK നിയാസ്, സെക്രട്ടറി K വിനീത് കുമാർ, ഏരിയ പ്രസിഡന്റ് KV മോഹനൻ, ഭാരവാഹികളായ പ്രകാശൻ, രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരഞ്ഞോളി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ശക്തമായ പരിശോധനകളും അന്വേഷണവും നടന്നു വരികയാണെന്ന് തലശ്ശേരി ASP KS ഷഹൻഷാ. ബോംബ് സ്ക്വാഡിന്റെയും ഡോഗ് സ്ക്വാഡിന്റെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് തലശ്ശേരി മേഖലയിൽ പഴുതടച്ച പരിശോധനകൾ നടത്തി വരികയാണെന്നും ASP. TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള കള്ളക്കളി പുറത്തു വന്നപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കി മുഖം രക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത നടപടി തികച്ചും ബാലിശമാണെന്നും മാർട്ടിൻ ജോർജ്. നാടാകെ മഴക്കെടുതികൾ തുടരുന്നു. ചൊക്ലിയിൽ കൂറ്റൻ മരം പൊട്ടി വീണ് 3 കാറുകൾ തകർന്നു. കേന്ദ്ര സർക്കാർ തൊട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വരെ വ്യാപാരികൾക്കെതിരെ കൈക്കൊള്ളുന്ന മനുഷ്യത്വരഹിതവും ജനവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ബാലറ്റിലൂടെ തന്നെ മറുപടി നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വ്യാപാരികൾ ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടിരിക്കുകയാണെന്നും രാജു അപ്സര. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.